ഹലോ അസ്സലാമലൈക്കും പ്രിയമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും തസ്ലി ശ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനെല്ലാം കണ്ടോ, മൊത്തം കാട് പിടിച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കിയാലോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കെല്ലാം കുറവാണ്, എന്താണെന്നറിയില്ല. നിങ്ങളെല്ലാവരും മസിൽ പിടിച്ചിരിക്കുവാണ്. അപ്പം വേഗം വരും, നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഗാർഡൻ്റെ അവസ്ഥ. അപ്പം കത്തിയാളും കൈക്കോട്ടും ഒക്കെ എടുത്ത് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതേ എൻ്റെ ഗാർഡനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. അൽഹംദുലില്ലാ, ഇത്രയും ടൈമായി, 12:30 മണി കഴിഞ്ഞു. അപ്പോൾ അത് ചട്ടിയിലുള്ള റോസൊക്കെ പറിച്ചിട്ട് ഇവിടെ നട്ടു. നമ്മുടെ ബഡ് റോസയാണ്. ബഡ് റോസ നിലത്ത് നട്ടാൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും. പിന്നെ ചട്ടിയിലുള്ള ചെടീൻ്റെ ഒക്കെ കളയൊക്കെ പറിച്ചു. ആ ചട്ടിയിലായിരുന്നു നട്ടത്, കണ്ടില്ലേ. അപ്പോൾ അതെ കാക്കാപ്പൂവെല്ലാം കുറേ പറിച്ച് കളഞ്ഞു, കുറേ അവിടെ ആയിട്ട് നട്ടു. ഇനിതേ ഇതിൻ്റെ ഒക്കെ കൊമ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇനിയിപ്പം നല്ല വെയിലും ചൂടുമായി. ഇനി വൈകുന്നേരം മഴയില്ലെങ്കിൽ വീണ്ടും പുറത്തിറങ്ങാം. കണ്ടോ, കോളിയാസൊക്കെ അതിൽ നിന്നെല്ലാം മുറിച്ചിട്ട് ഇവിടെയൊക്കെ നട്ടുകൊടുത്തു. പിന്നെ ഇത് ചട്ടിയിലുള്ള ചെടിയാണ്, അതും ഇവിടെ പറിച്ച് നട്ടു. നമ്മുടെ ഒജീനിയ പ്ലാന്റാണ്, ഒരു രക്ഷയുമില്ല, നല്ല അടിപൊളിയായിട്ട് വളർന്നു പോകുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ട് എനിക്ക് ബുഷിയായി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ കട്ട് ചെയ്യാൻ എനിക്കറിയില്ല മക്കളെ. അപ്പം എൻ്റെ നവാസ്കാക്ക് വരുമായിരുന്നെങ്കിൽ ഇത് കട്ട് ചെയ്ത് തരുമായിരുന്നു. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും വന്നാൽ നവാസ്കാക്കിനോട് പറയണം കട്ട് ചെയ്യാൻ. ഇതെല്ലാം ഉമ്മ പിന്നെ അവിടെ നിന്നെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച കോളിയാസ് ചെടി അല്ല, നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ്. പിന്നെ ഈ ചട്ടിയിലെല്ലാം കുറേ കളകളെല്ലാം ഉണ്ട്. ഇനി അതെല്ലാം വൈകുന്നേരം പറിക്കാമെന്ന് വിചാരിച്ചത്. ഈ സൈഡെല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. മടുത്തു ഗൈസ്.